ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മറിയംസ് ആർട്ട്ഫുൾനെസ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ച് സ്റ്റിച്ചസ് പഠിച്ചാലോ. ഞാൻ ഇതിനകത്ത് മെയിനായിട്ട് സ്ലിപ്പ് സ്റ്റിച്ചും വേറൊരു ക്രോഷയുടെ സ്റ്റിച്ചാണ് കാണിക്കുന്നത്. ഈ ഒരു സ്റ്റിച്ച് നിങ്ങൾക്ക് ബാഗ് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ ടോപ്പ്, അങ്ങനത്തെ വലിയ വലിയ പ്രോജക്ട്സ് ചെയ്യുമ്പോഴും കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ചെയ്യുമ്പോഴും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള രണ്ട് സ്റ്റിച്ചാണ്. ഞാൻ യൂസ് ചെയ്യുന്ന ത്രെഡ് കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഡിസൈർ ബ്രാൻഡിൻ്റെ ത്രെഡാണ്. ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. പിന്നെ 4mm ഹുക്കും സ്റ്റിച്ച് മാർക്കേഴ്സും ഒരു ടേപ്പ് അല്ലെങ്കിൽ സ്കെയിലുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് ഓപ്ഷണലാണ്. ഞാൻ ചെയ്യാൻ ഒരു ബേസ് ഇട്ടിരുന്നത് ഒരു ബാഗിന് വേണ്ടിയിട്ടായിരുന്നു. അത് കാരണമാണ് ഞാൻ ജസ്റ്റ് ടേപ്പും സ്കെയിലും എടുത്തത്. ഇറ്റ്സ് നെസസറി അല്ല. ഓക്കെ, സെയിം സാധനം തന്നെയാണ്. ഞാൻ ഓൾറെഡി യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് ജസ്റ്റ് അഴിച്ചു വെച്ചേക്കുന്നതാണ് കേട്ടോ അതിങ്ങനെ കിട്ടുകൂടിയിരിക്കുന്നത്. ഓക്കെ, ഇതുപോലെ അത് നമ്മൾ സ്ലിപ്പ് നോട്ട് ഇട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. അതാണ് ഫസ്റ്റ് മെത്തേഡ്. ഈ വീഡിയോ കുറച്ചധികം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്തിട്ടുണ്ട്. മനസ്സിലാവാൻ വേണ്ടിയിട്ട് ബിഗിനേഴ്സിനും കൂടി യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് ഞാൻ ചെയ്യാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. പയ്യാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ചെയിൻ സ്റ്റിച്ച് ഇടാം. ആദ്യം സ്ലിപ്പ് നോട്ട് ഇടുക, പിന്നെ യാണിറ്റ് ഓവർ ചെയ്യുക, പുൾ ത്രൂ ചെയ്തെടുക്കുക, യാണിറ്റ് ഓവർ ചെയ്യുക, പുൾ ത്രൂ ചെയ്തെടുക്കുക. സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് വേണ്ട എത്രയാണോ അതിനനുസരിച്ച് സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്താൽ മതി. നമുക്ക് വേണ്ട ലെങ്ത്തിനനുസരിച്ച് കണ്ടിന്യൂ ചെയ്തെടുക്കുക. പിന്നെ ചെയിൻ എപ്പോൾ ചെയ്താലും ഒരു ഓഡ് നമ്പർ ഓഫ് ചെയിൻ ആയിരിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പം 63, അതുപോലെ തന്നെ 65, അങ്ങനെ ഓഡ് നമ്പർ വരുന്നതായിരിക്കും കുറച്ചുകൂടി നല്ല. കാരണം നമ്മൾ അടുത്ത സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഒരു എണ്ണം വിട്ടിട്ടായിരിക്കും, ഒരു ലാസ്റ്റ് ചെയ്ത ചെയിൻ വിട്ടിട്ടായിരിക്കും അടുത്ത ചെയിനിലേക്കായിരിക്കും സ്റ്റിച്ച് കൊടുക്കുന്നത്. സോ എപ്പോഴും ഒരു ഓഡ് നമ്പർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ ഈ ഒരു ബാഗിനെ മെഷർമെൻ്റ് ആയിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. പിന്നെ ഞാനിത് ജസ്റ്റ് കാണിക്കുന്നു എന്നുള്ളൂ. പിന്നെ ഞാൻ ആ ബാഗ് ചെയ്യേണ്ട എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ക്ഷമ ഭയങ്കര കൂടുതലായതുകൊണ്ട്. എന്നാലും ഞാനിപ്പോൾ വേറൊരു സംഭവം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വഴിയെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ബേസ് ചെയ്യുന്നത് വിഡ്ത്തിനനുസരിച്ചാണ് എന്ന് പറയുന്നതാണ് കേട്ടോ. ലെങ്ത്ത് ആ ഒരു വയസ്സ് എടുക്കാൻ ഞാൻ വിഡ്ത്തിന് നോക്കിയിട്ടായിരുന്നു. 13 ആയിരുന്നു ആ ഒരു വിഡ്ത്ത് വന്നിട്ടുണ്ടായിരുന്നത് ടോട്ട് ബാഗിന്. ആ ഒരു ലെങ്ത്താണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ചെയിൻ സ്റ്റിച്ച് ചെയ്താൽ മതി. ഞാൻ അത് ആദ്യം നോക്കാൻ മറന്നുപോയി. അതാണ് ഞാൻ ഇടയ്ക്ക് വെച്ചത് നോക്കാൻ പോയത്. ഈ രീതിയിലായിരിക്കും ചെയിൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ മുടി പിന്നില്ലേ, ആ ഒരു ഇതായിരിക്കും ചെയിൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്. അതായിരിക്കണം മിക്ക പ്രോജക്റ്റിൻ്റെയും ബേസ് ഇതാണ്. അല്ലെങ്കിൽ മാജിക് റിങ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാറ്. ഒരു റൗണ്ട്, സർക്കിൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കൂടുതലും മാജിക് റിങ്ങിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാറ്. ഞാൻ നോക്കിയപ്പോൾ കറക്റ്റ് 13 ഇഞ്ച് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈവൻ ദോ 2 സ്റ്റിച്ച് കൂടുതൽ കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് എത്ര ചെയിൻ ഉണ്ടെന്ന് എണ്ണുന്നതാണ് കേട്ടോ ഈ കാണുന്ന കാഴ്ച. ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് ആ ഒരു ചെയിൻ ഒന്ന് ഇച്ചിരി ടൈറ്റ് ആക്കിയിട്ട് ആദ്യത്തെ ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് രണ്ടാമത്തെ ചെയിനിലേക്ക് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുക, യാണിറ്റ് ഓവർ ചെയ്യുക, പുൾ ത്രൂ ചെയ്തെടുക്കുക 2 ചെയിനിൻ്റെ ഉള്ളിലേക്കിടെ. അഗെയിൻ അടുത്ത ചെയിനിനെ ഉള്ളിലൂടെ ഇപ്പോൾ നമ്മൾ കയറ്റിയിട്ടുള്ള യാണിനെ സ്കിപ്പ് ചെയ്യുക. തൊട്ടടുത്തതിലേക്ക് ഇതുപോലെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ത്രെഡിനെ കയറ്റി യാണിറ്റ് ഓവർ ചെയ്യുക, പുൾ ത്രൂ ചെയ്തെടുക്കുക 2ൻ്റെയും ഉള്ളിൽ കൂടെ. ഓക്കെ, ഈ ഒരു രീതിയിലാണ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത്.
പിന്നെ ഫസ്റ്റ് സ്റ്റിച്ച് മാർക്ക് ചെയ്ത് വെക്കുന്നത്, ആദ്യത്തെ സ്ലിപ്പ് സ്റ്റിച്ച് മാർക്ക് ചെയ്ത് വെക്കുന്നത് ആ ഒരു റോ തെറ്റി പോകാതിരിക്കാൻ, ചെരിഞ്ഞ് പോവാതിരിക്കാനൊക്കെ നല്ലതായിരിക്കും. ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ എപ്പോഴും ഒരു പെർഫെക്ഷൻ നല്ലതായിരിക്കും. സ്റ്റിച്ച് മാർക്കേഴ്സ് ഇല്ലെങ്കിൽ സേഫ്റ്റി പിന്നും യൂസ് ചെയ്യാം. സെയിം പർപ്പസ് തന്നെയാണെന്നേ ഉള്ളൂ. ഒരു കാര്യം എടുത്തു പറയട്ടെ, യാണറ്റ് ഓവർ ചെയ്തിട്ടല്ല നമ്മൾ അടുത്ത ചെയിനിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. ചുമ്മാ ഇരിക്കുന്ന ഹുക്ക് ചെയിനിനെ അടുത്തേക്ക് ഇൻസേർട്ട് ചെയ്തിട്ടാണ് യാണറ്റ് ഓവർ ചെയ്ത് പുൾ ത്രൂ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇടയ്ക്ക് നൂലെങ്ങാനും കൂട്ടിപ്പിടിച്ചാൽ ആ സ്റ്റിച്ച് അവിടെ തെറ്റിപ്പോവും. സോ വെറുതെ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുക, യാണറ്റ് ഓവർ ചെയ്ത് പുൾ ത്രൂ ചെയ്തെടുക്കുക കേട്ടോ. തെറ്റിപ്പോയാലും ജസ്റ്റ് ഈ ഇപ്പോൾ നമ്മൾ കൈ 2 വിരൽ വെച്ച് ഹോൾഡ് ചെയ്തിരിക്കുന്ന ത്രെഡിനെ പിടിച്ച് വലിക്കുമ്പോൾ അത് അഴിഞ്ഞ് പോരും, സുഖമായിട്ട് അഴിഞ്ഞ് പോരും. ഇത് അഴിക്കാനുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. അല്ല, എന്നും പറഞ്ഞ് വെറുതെ പിടിച്ച് അഴിക്കുമെന്ന് ഞാൻ പറയില്ല. കാരണം ഇത് ചെയ്യാൻ ഒരു പ്രാക്ടീസ് കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്ത എന്താ പറയുന്നത്, പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്, അങ്ങനെയല്ലേ? അതെ, അതുപോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കുറേ പഠിച്ച് കഴിയുമ്പോൾ സ്പീഡൊക്കെ ആയിക്കോളും. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ചെയ്തിപ്പം ഇപ്പോൾ കുറേ ഞാൻ ചെയ്യുന്നു, എനിക്ക് നല്ല സ്പീഡുണ്ട്, ഫ്രണ്ടിന് അത്ര സ്പീഡ് കിട്ടുന്നില്ല എന്ന്. നമ്മൾ ചെയ്യുന്തോറാണ് അതിന് ഒരു വഴക്കം കിട്ടുന്നത്. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഹോബിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ, പാട്ട് പാടുകയോ ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്യുമ്പോഴും നമ്മളത് ചെയ്ത് പഠിക്കുമ്പോഴല്ലേ അതിന് കുറച്ചുകൂടി പെർഫെക്ഷൻ കിട്ടുന്നത്. ഓക്കെ, അതുപോലെയാണ്. അത് ആദ്യത്തേത് ശരിയായില്ലെന്നും പറഞ്ഞ് ഇട്ടിട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, ഈ ഒരു രീതിയിൽ ഞാൻ ഇത്രയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയിൻ സ്റ്റിച്ച് ഒരു തവണ കൊടുത്തിട്ട് ഇങ്ങനെ തിരിച്ചെടുക്കുക. ഓക്കെ, നമ്മൾ പിടിച്ച് വെക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് തിരിച്ചെടുക്കുക. ഇതുപോലെ യാണറ്റ് ഓവർ ചെയ്യുക. ആൻഡ് നമ്മൾ ഈ സൈസ് നമുക്ക് ഹുക്ക് എണ്ണാൻ പറ്റുമല്ലോ. ഇതുപോലെ യാണറ്റ് ഓവർ ചെയ്തിട്ട് തൊട്ടടുത്ത ചെയിനിലേക്ക് ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുണ്ടോ, ഈ ഒരു വീടെ ഈ ഒരു സൈഡിലെ ത്രെഡിൻ്റെ ഉള്ളിലേക്ക് 2 എണ്ണത്തിൽ കയറ്റരുത്, ഒരു സൈഡിലേക്ക് കയറ്റുക. ഇതുപോലെ യാണറ്റ് ഓവർ ചെയ്യുക, പുൾ ത്രൂ ചെയ്തെടുക്കുക. ആ ഒരു ചെയിനിനെ എഗെയിൻ യാണറ്റ് ഓവർ ചെയ്യുക, പുൾ ത്രൂ ചെയ്തെടുക്കുക. ഇതാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ. ഓക്കെ, ഈ ഒരു രീതിയിൽ ചെയ്യുന്നതിനാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. ഇതും സെയിം വേ ആദ്യത്തെ സ്റ്റിച്ച് മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. എഗെയിൻ യാണറ്റ് ഓവർ ചെയ്യുക, അടുത്ത ചെയിനിൻ്റെ ബാക്ക് ലൂപ്പിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ആ വീയില്ലേ, ആ ഒരു വീയുടെ ഒരു പോർഷനിലേക്കാട്ടോ, എനിക്ക് തോന്നുന്നു കാണുമ്പോൾ മനസ്സിലാവും. ആൻഡ് യാണറ്റ് ഓവർ ചെയ്ത് പുൾ ത്രൂ ചെയ്യുക. എഗെയിൻ യാണറ്റ് ഓവർ ചെയ്താൽ 3 എണ്ണത്തിൻ്റെ പുറത്തേക്ക് നൂലിനെ വലിച്ചെടുക്കുക. ഈ ഒരു സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്യുക. ആൻഡ് ഈ ഒരു റോ കഴിഞ്ഞ് കഴിയുമ്പോൾ, ഇത് സെക്കൻഡ് റോ ആയിട്ടാണ് കൂട്ടുന്നത്. ഈ സെക്കൻഡ് റോ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു തവണ ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. ആ ഒരു ചെയിനിനെ മറച്ച് പിടിക്കുക, എന്ന് വെച്ചാൽ ടേൺ ചെയ്യാം. പിന്നെ എഗെയിൻ സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കുക, ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ കൊടുക്കുക. ഈ ഒരു രീതിയിൽ ചെയ്താൽ നമുക്ക് വേണ്ട ഇപ്പം ബാഗ്, ടോപ്പ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇത് അടിപൊളിയാണ്. വരുന്ന വീഡിയോസിൽ ഞാൻ കുറേ സ്റ്റിച്ചസൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. അതേപോലെ ഹാഫ് ഡബിൾ ക്രോഷ്യയ്ക്കും സ്ലിപ്പ് സ്റ്റിച്ചിനും പറയുന്ന ഷോർട്ട് ഫോംസ് ഞാനിവിടെ കൊടുത്തേക്കാം. ഞാൻ നെക്സ്റ്റ് ഷോർട്ട് വീഡിയോ ഒക്കെ ഇടുമ്പോൾ അതായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇതുപോലെയാണ് ഒരു സ്ലിപ്പ് സ്റ്റിച്ചും ഒരു സൈഡ് സ്ലിപ്പ് സ്റ്റിച്ചും അടുത്ത റോ ഹാഫ് ഡബിൾ ക്രോഷ്യം ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാവുക ഈ ഒരു രീതിയിൽ. അപ്പോൾ തന്നെ അത്യാവശ്യം കട്ടി ഉണ്ടാവും. അഗെയിൻ ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക, ഇതുപോലെ തിരിച്ചെടുക്കുക. പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു ബാഗ് ബാഗ് ഇങ്ങനെ ചെയ്ത് പോവുകയാണെങ്കിൽ 13 ഇഞ്ച് എത്തുന്നത് വരെ ഞാനിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ എനിക്ക് ആ ഒരു വേണ്ട ലെങ്ത്ത് 13 ഇഞ്ചാണെങ്കിൽ ആ ഒരു രീതിയിൽ കിട്ടും. ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. ഇതുണ്ടോ, ചെയിൻ സ്റ്റിച്ച് ചെയ്യുക, ഇതുപോലെ തിരിച്ചെടുക്കുക. ഇതാണ് കേട്ടോ ഞാൻ ടേൺ ചെയ്യാമെന്ന് പറഞ്ഞത്. ഇങ്ങനെയായിരുന്നു, ഇങ്ങനെ പിടിക്കുക കേട്ടോ. അഗെയിൻ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കുക. കണ്ടിന്യൂ ഇറ്റ്. ഓക്കെ.
അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഹാഫ് ഡബിൾ ക്രോഷയും സ്ലിപ്പ് സ്റ്റിച്ചും ചെയ്യേണ്ടെങ്കിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ആൾ, താങ്ക്സ് ഫോർ വാച്ചിങ്.